ഞങ്ങൾ ആക്ച്വലി ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും അല്ല ഗൈസ്. ഓക്കെ, ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് എക്സ്ട്രാ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങുന്നത് കോളേജിൽ നിന്ന്, ഐ മീൻ ഹോസ്പിറ്റലിൽ നിന്ന്. സോ ചിങ്കളർ കോളേജ് ടൂർ കാണിക്കാം, ഹോസ്പിറ്റൽ. സോ നമ്മൾ ഹോസ്പിറ്റൽ ടൂർ കാണിക്കാന്ന് വിചാരിച്ചു. ഇതിന്റെ അപ്പുറത്താണ് ഹോസ്പിറ്റൽ ഉള്ളത്. ഇത് ഹോസ്റ്റൽ ഗൈസ്. ഇവിടെയാണ് പണ്ട് ട്വിങ്കിള് താമസിച്ചോണ്ടിരുന്നത്. എത്ര കൊല്ലം? 1 കൊല്ലോ? 4 മാസം ഗൈസ്, സോറി 4 മാസം നിന്നിട്ടുള്ളൂ. ഞാൻ ഇവിടെ നിന്നിട്ടേ ഇല്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് കോളേജ് ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട് നമ്മൾ കുറേ പേര്. അല്ലോ അവിടെ ഫ്യൂമിഗേഷൻ നടത്തുന്നു. പുക വരുന്ന കാണുന്നുണ്ട് ഗൈസ്. വ്യൂവേഴ്സ് ഇതൊക്കെ കാണുന്നതാ. നല്ല വൃത്തിക്ക് നമ്മൾ ഇതൊക്കെ വെച്ചേക്കണം കാണിക്കും. ബാരിക്കേഡ് കണ്ടോ ഗൈസ്? ഹോസ്പിറ്റലിൽ നേരിട്ടാണ്. അതിന് ഇതിലും ഭംഗിയുണ്ട് ഗൈസ്. ഇവിടെ ഇതുണ്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. കാണുന്നുണ്ടോ നിങ്ങൾ? ഭയങ്കര ഹരിതാപവും പച്ചപ്പുമാണ്. അതെ, ഇവർക്ക് കാര്യം അറിയോ? ട്വിങ്കിള് പിന്നോടല്ല, ട്വിങ്കിൾ ഇനി 1 മാസം കൂടി നമ്മുടെ കൂടെ ഉള്ളൂ. എങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് മേ ബി എക്സ്റ്റെൻഡ് ചെയ്യട്ടോ. അന്നേരം എന്നെ ആരും കളിയാക്കരുത്. എൻ്റെ പ്രാർത്ഥന അത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന്. കാരണം ഞാനും ആദ്യം ഇവള് വേറെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും പേര് ഫസ്റ്റ് ഇയർ 2018 ഇവിടെ വന്നതാണ്. സോ അപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും ഒരാൾ പോവാന്ന് പറയുമ്പോൾ തന്നെ വിഷമണിയാവും. ഇവിടെ വിചാരിച്ചു ഞാൻ തമാശക്ക് എടുക്കുകയാണെന്ന്, പക്ഷെ അല്ല, ഞാൻ സീരിയസ് ആയിട്ട് എടുത്തതാ. വൃത്തികെട്ട ഹോസ്പിറ്റൽ. 3 ആംബുലൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ പഠിച്ചത് കൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടായെന്നറിയോ? നീ ഒരു ഇന്റർവ്യൂക്ക് പോയപ്പോ സംഭവിച്ചത്. നമ്മള് അവിടെ ഉള്ളവർക്കൊന്നും ഒന്നും അറിയത്തില്ല, നമുക്ക് മാത്രം എല്ലാം അറിയാം. എത്ര വേണമായിരുന്നു? നിങ്ങളെല്ലാം അറിയാവുന്നത് കൊണ്ട് അവളെ മലപ്പുറത്തൊരു ഹോസ്പിറ്റലിൽ സെലക്ട് ചെയ്തു കേസ്. പക്ഷെ സാലറി അത്രയും അവള് പറഞ്ഞത് കൊടുക്കാത്തത് കൊണ്ട് അവള് ജോയിൻ ആക്കുന്നില്ല. ഈ ഒരു കാര്യത്തിൽ മാത്രം ഞങ്ങൾക്ക് വൈദേഹിനോടൊരു ഗുണമുണ്ട്. കാരണം ഇവിടെ പണിയുണ്ട്, സാലറി ഇല്ല, ഇവിടെ പണിയുണ്ട്. ഇവിടെ ഡെയിലി ഒരു 80-90 പേഷ്യൻസ് ഒക്കെ വരുന്നതാ. സോ നമ്മളിങ്ങനെ ചെയ്തേ നമുക്കിതൊരു ശീലമായി അല്ലേ ടിങ്കിൾ? അതെ 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 അതെ, പട്ടിപ്പണി എടുത്ത് പട്ടിപ്പണി. അതെ 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 അതെ. ഞാൻ ഫഹദ് ഫാഷന്റെ കൊച്ചുമോളോ. ഇവിടെ പാർക്കിംഗ് ഏരിയ ആണ്. ഈ ഡ്രസ് ഇട്ട് വ്ലോഗ് എടുക്കും, നല്ല രസമുണ്ട് കാണാൻ. താങ്ക്സ്. ഞാൻ പണ്ടേ ജനിച്ചപ്പോഴേ ഇങ്ങനെ ആയതുകൊണ്ട്. എങ്ങനെയുണ്ട്? മറ്റേ കുറച്ച് കൂടുതലാണോ? ഞങ്ങൾ ആക്ച്വലി പറഞ്ഞിട്ടൊന്നുമല്ല, ഒരേ കളർ യൂണിഫോം ആണെന്ന് 2 പേര് ചോദിച്ചു. ആക്ച്വലി ഇതിന് യൂണിഫോം അല്ല ഗൈസ്. കഴിഞ്ഞ വട്ടവും ഞങ്ങൾ സെയിം ഇതുപോലെ. ഇത് വേറൊരു ദിവസം സെയിം ഒരുപോലെ ഇട്ടോ. ഇവൾക്കൊരു ഷോളുണ്ട്, എനിക്ക് ഷോളല്ല, അത്ര വ്യത്യാസമുള്ളൂ. നമുക്ക് ഇപ്പൊ കുറച്ച് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആദ്യമൊക്കെയുണ്ട് വെയിറ്റ്. ആദ്യയുടെ സാലറിയിൽ എന്തോരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് അവിടെ HR പോയിട്ട് റെഡിയാക്കാൻ നിൽക്കുക. ഞങ്ങളുടെ HOD ആണ് ഇതുവരെ വന്നിട്ടില്ല. പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇത്രയും നേരം ഓൾറെഡി ഇരുന്നത്. 5 മണിക്ക് തീരണ്ടാവും. ഞങ്ങള് ഇപ്പം 6 മണി കഴിയും. എനിക്കാണെങ്കിൽ 5 മണിക്ക് ശേഷം ഹോസ്പിറ്റലിൽ നിൽക്കുന്നതേ ഇഷ്ടമില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഞാനങ്ങനെ 4 മണിക്കാ പോകുന്നെങ്കിൽ 4 മണിക്കാ സ്കൂൾ വിടുന്നെങ്കിൽ ഞാൻ 3:59 ബാഗ് ബാക്ക് ചെയ്തിരിക്കും. ഇവിടെ ഞാൻ അങ്ങനെയാണ്. 5 മണിയാവുമ്പോൾ സാലറി കട്ടില്ലായിരുന്നു, അതുകൊണ്ട് 4 ആകുമ്പോൾ ഇറങ്ങിപ്പോയിരുന്നു. ഇപ്പൊ സാലറി കട്ടുള്ളത് കൊണ്ട് നമ്മൾ കുറച്ചേരം ഇങ്ങനെയൊക്കെ വല്ലാത്തേക്ക് ഇരിക്കും, മേലോട്ട് നോക്കി ഇരിക്കും. എന്തായാലും ആദ്യലക്ഷ്മി RC ഓടിപ്പണഞ്ഞൊക്കെ വരുന്നു. ഇന്നും നടന്നില്ല. 6 മണി വരെ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ. ഇതാണ് അവസ്ഥ ഗൈസ്. ഇവിടെ ഇതിൽ ഒരു കാര്യം നമുക്ക് വിചാരിച്ച ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആരും അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട. ലീവാണ്, അതുകൊണ്ട് ഞാൻ ഇതിന്റെ പുറകെ ഓടേണ്ടി വരും ഗൈസ്. ഇനിയിപ്പോ നാളെ ഇവന്മാർ 2 പേരും ഇല്ല, അതുകൊണ്ട് ഈ പണി മുഴുവൻ ഞാൻ ചെയ്യേണ്ടി വരും. നാളെ ഞങ്ങള് ലീവാണ്, ഞാനും ലെവളും ആദിലക്ഷ്മി. കാരണം ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ് ആൻവിയസണ്ണിന്റെ ഡിസംബറിൽ. സോറി, എന്റെ ഹൈറ്റ് അനുസരിച്ച് ഞാൻ പിടിച്ചേക്കുന്നത്. ഇതുപോലെ നന്ദന വ്ളോഗ് എടുക്കുമ്പോൾ ഞാൻ എത്തി വെക്കാറാ മതി. അപ്പൊ അവൾക്ക് നമ്മള് പെട്ടെന്നാണ് അവളുടെ കല്യാണം. പെട്ടെന്നൊന്നുമല്ല ഗൈസ്, നേരത്തെ തന്നെയായിരുന്നു. ആരോടും പറയണ്ടല്ലോ, ഞങ്ങള് സർപ്രൈസ് ആക്കി വെച്ചിരുന്നതാണ് ഗൈസ്. ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 6 മാസം കണ്ടായി. സോ അടുത്ത മാസം കല്യാണമാണ്. അതിന് സാരി എടുക്കാനായിട്ട് പോവാണ്. നമുക്ക് നാട്ടിൽ പോകാനുള്ള ഓപ്ഷൻ ഇല്ല. സോ ഇപ്പൊ വീണേനെ. സോ നാളെ പോവാം. ഞാൻ ഗൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവളുമാർക്കൊക്കെ ടെൻഷനാണ്.
ഗൈസ് നമ്മൾ മെട്രോൻ്റെ അടുത്തൊക്കെ എത്തി. പക്ഷേ ഗൈസ് ഞങ്ങളുടെ മെട്രോ മിസ്സായി. ഒരാളല്ലേ ശശിയാണെന്നായി ഗൈസ്. ഇനിയൊരു 5 minutes ഇല്ല. എന്താ സെൽഫി ക്യാമറ സൂം ഉണ്ടോ? ആദ്യത്തെ കൈ വന്നത് ഇവിടുന്ന്. അത് ഞാൻ കട്ട് ചെയ്തിട്ടുകൂടി. നിന്റെ കൈ മാത്രം. ഇനി ഞങ്ങൾക്ക് 4 മിനിറ്റ് കൂടെ ഉണ്ട് വൈറ്റ് ഫീൽഡിലേക്ക്. ഗൈസ് കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെ താമസിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. കമൻ്റൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഞാനും ഇവളും വൈറ്റ് ഫീൽഡാണ്. എൻ്റെ കയ്യിൽ മസിലും ഉണ്ടോ? ഞാൻ ജിമ്മിലെല്ലാം പോകുന്നുണ്ട് ഗൈസ്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ പോകുന്നില്ല. നമ്മൾ മെട്രോ ഒക്കെ ഇറങ്ങി. നമ്മൾ ഇവളുടെ വിചാരം ഞാനിത് പോസ്റ്റ് ചെയ്യത്തില്ല. ആക്ച്വലി ഞാൻ പോസ്റ്റ് ചെയ്യും. നമ്മൾ സഡൻലി റാൻഡമായിട്ട് എടുത്തൊരു വ്ളോഗായിരുന്നു കേട്ടോ ഇത്. അവളുടെ നമ്മൾ സഡൻലി എടുത്തതായിരുന്നല്ലോ, പ്ലാൻഡ് ഒന്നും ആയിരുന്നല്ലോ. അല്ല ഞാനിടും. ചുങ്കിട് പോകുന്നതിൻ്റെ വിഷമത്തിൽ ഞാൻ കുറേ ഇടക്കത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ തലശ്ശേരിക്ക് പോവാം. അവിടുന്ന് ഒരു ചായയും കുടിച്ചൊരു പഴംപൊരി കഴിച്ച് നമ്മൾ പിരിയുകയാണ്. ഇത്രയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരു കുഞ്ഞു മിനി വ്ളോഗാണ് കേട്ടോ. ഓക്കെ, അവള് 2 എണ്ണം തിന്ന പറഞ്ഞത്. ജിം ട്രെയിനർ നാലില്ല, ഞാൻ 2 തിന്നുള്ളൂ ഒരു ദിവസം. ആ കാണുന്നതാണ് എന്റെ ജിം. പെപ്പേഴ്സ് അല്ല അതിന്റെ ഇന്ന് എന്റെ ആശാൻ ലീവല്ല, ഞാനും അതുകൊണ്ട് ലീവാ പറഞ്ഞത്. ആ ചെങ്ങൈന് എല്ലാവർക്കും സുപരിചിതമായിരിക്കും, എന്നാലും ഞാൻ ചുമ്മാ കാണിച്ചതാണ്. നമ്മളിവിടെ ഒരു ചായയും 2 പഴംപൊരി. ഇതാണ് നമ്മുടെ ഷെമീക്ക. ഷെമീക്ക എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എന്ത് തരാൻ? എന്തിനാ? ആ ചെയ്യണം. ഓ ബിസിയാണ് കണ്ടില്ലേ. ആക്ച്വലി ഞങ്ങൾ പഴംപൊരി എല്ലാം തിന്ന വഴിക്ക് മറന്നു വെച്ചു. എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായില്ല. ഞാനപ്പം ഷെമീക്കാൻ്റെ അവിടെ കുത്തിയിടാനായിട്ട് പോയിരുന്നു. നമ്മള് പഴംപൊരി ചായ ചിങ്കിള് പോയിട്ടോ ബായ് ഒന്നും പറയാനുള്ള വീഡിയോ എടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ ഞാൻ ഇപ്പോൾ റൂമിലെല്ലാം എത്തി. ഇനി കുളിക്കണം. ആക്ച്വലി ഫുഡ് എത്തി. ഓക്കെ, ആദ്യലക്ഷ്മി റൂമിലെത്തി ഗൈസ്. ഇനി ഫുഡെല്ലാം കഴിക്കണം. പക്ഷെ നമ്മളൊന്നും കുക്ക് ചെയ്യുന്നില്ല. കാരണം നമ്മൾ നാളെ സിക്ക് പോയിട്ട് പോകുന്നുണ്ട്. അപ്പം കുക്ക് ചെയ്തിട്ടും കാര്യമില്ല, ഫുഡ് വേസ്റ്റ് ആയി പോകും. സോ നമ്മളത് കുക്ക് ചെയ്യുന്നില്ല. പിന്നെ ലിപ്സ്റ്റിക് എല്ലാം പോയി. അപ്പടി ഇപ്പൊ ആക്ച്വലി ലിപ്സ്റ്റിക് ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് ഇടാണ്ട് നമുക്ക് പറ്റുന്നില്ല. ആക്ച്വലി സംഭവം അതാണ്. എന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ മുഖം കാണുമ്പോഴേ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നുണ്ട്. സോ ലിപ്സ്റ്റിക് ഇടാണ്ട് എങ്ങും പോകുന്നത്. കുറച്ച് നേരം തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. കാരണം എണ്ണ തേച്ചിട്ട് കുറച്ചായി. സോ നീലബൃങ്കാതിയൊക്കെ തേച്ചിട്ട് നമുക്ക് തല കുളിക്കാം. അപ്പോൾ ഞാൻ നല്ലൊരു കുളിയെല്ലാം പാസ്സാക്കി തലയെല്ലാം കുളിച്ചു. പിന്നെ ഞാനും ഫുഡ് ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞില്ലേ. സോ അപ്പം വിശക്കുന്നുണ്ട്. അതിന് പുറത്ത് പോയിട്ട് ഞാനും ആദ്യം കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു. മോസ്റ്റ് പ്രോബബ്ലി സ്മോക്കി ഡോക്കിയിലായിരിക്കും പോവുക. കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇവിടെ അധികം കടകളൊന്നും സത്യം പറഞ്ഞാൽ ഇല്ല. തലശ്ശേരിയൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങനെ അത്രയും വലിയ ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. സോ നമ്മൾ സ്മോക്കി ഡോക്കിയിലെങ്കിൽ ആ ഒരു ഏരിയയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യമാണെന്ന് വരും. ഞാൻ കുളിച്ചു. ആദ്യം കുളിച്ചില്ല. അതന്നെ അത് ഗൈസ്. അതെന്താന്ന് വെച്ചാൽ ആദ്യം കുളിച്ചു കഴിഞ്ഞാൽ വെളിയിലേക്ക് ഇറങ്ങില്ല. വെളിയിലേക്ക് ബെഡിന്റെ താഴത്തോലും കാലിടൂല. വേറെ കാര്യം നമുക്ക് ബെഡില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ആദ്യം കുളിച്ചു കഴിഞ്ഞാൽ വെളിയിലേക്ക് ഇറങ്ങുന്നില്ല. അത് കുളിക്കുന്നതിന് ഉറങ്ങാൻ നേരത്ത്. അതിന് മുന്നേ എവിടെയെങ്കിലും പോകണമെങ്കിൽ മാത്രമേ അവളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ അതാണ് അവളെ നോർമലി എൻ്റെ കൂടെ ഒന്നും കാണാത്തത്. എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ചോദിക്കും, നീ എന്താ ആദ്യനെ കൂട്ടാത്തേന്ന്. ആദ്യം നോർമലി എന്നെ പോലെ ഒരാളെ അല്ല. മീൻസ് വെളിയിലേക്ക് ഇറങ്ങാനും അങ്ങനത്തെ ഒരാളൊന്നും അല്ല. പുറത്തോട്ട് ഇറങ്ങാനും അങ്ങനൊന്നും അവൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല, എന്നെ പോലെ. അപ്പം അതൊക്കെയാണ് റീസൺസ്. ഇനി ആരും വന്നിട്ട് എന്നോട് ചോദിക്കരുത് എന്തിനാ ആദ്യം കൂട്ടാത്തെ അല്ലേ. ഞാൻ വിളിക്കാറില്ലേ നിന്നെ എവിടെയെങ്കിലും പോകുമ്പം. സോ നമ്മളിനി ഫുഡ് കഴിച്ചിട്ട് വരാം.
ഹായ് ഗായ്സ്. എന്താ കേട്ടില്ല? അതിന് മാത്രമൊക്കെ ഉണ്ട്. മസാല ദോശ കഴിക്കാൻ പോകുമ്പോഴായിരുന്നു എന്റെ ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ചത്. എന്നിട്ട് അതിൽ ഡിപ്രഷൻ അടിച്ച സമയത്തായിരുന്നു കണ്ടത്. അതെ, നമ്മള് അവസാനം 2 ഷവർമയിലേക്ക് ഒതുങ്ങി. 2 ചിപ്പോട്ടിൽ ഷവർമ. ഞാൻ ആകെ കഴിക്കുന്ന ഒരു ഷവർമ ചിപ്പോട്ടിൽ ഷവർമ ഇവിടുത്തെ സ്മോക്കി ഡോക്കിൽ. ഷവർമ ഈസ് എ വെരി ബാഡ് ഓപ്ഷൻ, ബട്ട് വേറെ ചോയ്സ് ഇല്ലാതെ നമ്മൾ ഷവർമ കഴിക്കുന്നു. പോപ്കോണിനകത്ത് മുളക് കളിക്കുന്നു. ഓറിയുണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. കടിച്ചില്ല. കൊള്ളാമെന്ന് നോക്കിയിട്ട് പറയും. ഞാൻ നോർമലി ഒരു ഷവർമ പേഴ്സണും അല്ല, ഐസ്ക്രീം പേഴ്സണും അല്ല. പക്ഷെ ഇന്ന് ഞാൻ രണ്ടും കഴിച്ചു. വീഡിയോ ഒന്നും എടുത്തില്ല. ഇപ്പം സമയം 11 മണി. ഞാൻ കുറച്ച് തുണി അലക്കിയിടാൻ പോയി. കാരണം ഇന്നാളെ എനിക്കിടാൻ ഡ്രസ്സില്ല. നാളെയാണെങ്കിൽ ഞങ്ങൾ ചിക്പേട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അലക്കിയിട്ട് ഡ്രസ്സുകളൊക്കെ ഒന്ന് മേളിക്കൊണ്ട് വിരിച്ചിട്ടിട്ട് ആദ്യയുടെ ഒരു ലോഡ് ഡ്രസ്സ് എനിക്ക് തിരിച്ചിങ്ങോട്ട് എടുത്തുകൊണ്ട് വരാനുണ്ട്. സോ ബൈ ഗൈസ്. നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പം എന്നെ കാണുന്നുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ബാക്ക് ക്യാം ആയിട്ടിട്ടുള്ളത്. ഇവിടെ ഭയങ്കര രസമുണ്ട് ഞാൻ നിൽക്കാനായിട്ട്. ഞാൻ എപ്പോഴൊന്നും അങ്ങനെ ടെറസിലൊന്നും വരത്തില്ല. നമ്മുടെ താഴെ ഞാൻ ടെറസിലൊന്നും നോർമലിന് വരുന്ന ആളല്ല, കാരണം എനിക്കങ്ങനെ ഇഷ്ടമില്ല വരാൻ. ഇവിടെ കുറേ സ്റ്റെപ്പ് ഉണ്ട്, അതെല്ലാം കയറി വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ മടുക്കും. പക്ഷെ ഇവിടെ വന്നിരുന്നാൽ കുറേ നേരം പീസ്ഫുള്ളായിട്ടിരിക്കാൻ നല്ല രസം. ഒന്നും ചിന്തിക്കണ്ട, നമ്മളും ഈ ചുറ്റുവട്ടം. ഞാൻ ഉറങ്ങാനെല്ലാം പോവാണ്. ഒരു കുഞ്ഞ് ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഒന്ന് ഉറങ്ങും. ബൈ, ഗുഡ് നൈറ്റ്. നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. കുഞ്ഞൊരു വ്ളോഗ്, അതിൽ എന്താ ഉള്ളതെന്ന് പോലും എനിക്കറിയില്ല. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.